ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. കർത്താവിനെ ആർക്കും ജയിക്കാവതല്ല, കർത്താവിനെ ആർക്കും ഒന്നും ഒളിക്കാവതല്ല, കർത്താവിനെ ആർക്കും ജയിക്കാവതല്ല, കർത്താവിനെ ആർക്കും ഒന്നും ഒളിക്കാവതല്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. സർവതും കർത്താവ് അറിഞ്ഞിടുന്നു, സർവതും കർത്താവ് ഭരിച്ചിടുന്നു, സർവതും കർത്താവിൻ കൃപയല്ലോ, സർവവും കർത്താവിൻ സമ്മാനമല്ലോ. സർവതും കർത്താവ് അറിഞ്ഞിടുന്നു, സർവതും കർത്താവ് ഭരിച്ചിടുന്നു, സർവവും കർത്താവിൻ കൃപയല്ലോ, സർവവും കർത്താവിൻ സമ്മാനമല്ലോ. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. നല്ലതു മാത്രം നമ്മൾ ചിന്തിച്ചിടണം, നല്ലതു മാത്രം നമ്മൾ പഠിച്ചിടണം, നല്ലതു മാത്രം നമ്മൾ കണ്ടിടണം, നല്ലതു മാത്രം നമ്മൾ ചെയ്തിടണം, നല്ലതു മാത്രം നമ്മൾ ചിന്തിച്ചിടണം, നല്ലതു മാത്രം നമ്മൾ പഠിച്ചിടണം, നല്ലതു മാത്രം നമ്മൾ കണ്ടിടണം, നല്ലതു മാത്രം നമ്മൾ ചെയ്തിടണം. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. കർത്താവിനെ ആർക്കും ജയിക്കാവതല്ല, കർത്താവിനെ ആർക്കൊന്നും വിളിക്കാവതല്ല, കർത്താവിനെ ആർക്കും ജയിക്കാവതല്ല, കർത്താവിനെ ആർക്കും ഒന്നും വിളിക്കാവതല്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. യെരിഹോ പട്ടണത്തിലെ സാധനങ്ങളെ സംബന്ധിച്ച് ദൈവം ജനത്തിന് കൊടുത്ത ഒരു കൽപ്പന നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെ, ദൈവം പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി യാതൊന്നും എടുക്കരുത്. യോശുവോട് ദൈവം പറഞ്ഞു, സ്വർണവും വെള്ളിയും പിച്ചളയും ഇരുമ്പും എല്ലാം ദൈവത്തെ ആ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം, അല്ലേ, ഉപയോഗിക്കാൻ മാറ്റി വയ്ക്കണമെന്ന്. അതിലൊന്നും എടുക്കരുത് എന്ന കാര്യം യോശുവ ജനത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ പട്ടണത്തിലേക്ക് ചെന്ന അനേകായിരം ജനങ്ങളിൽ ആഹാൻ എന്നു പേരുള്ള ഒരുവനുണ്ടായിരുന്നു. മനോഹരമായ വസ്ത്രവും പൊന്നും വെള്ളിയും കണ്ടപ്പോൾ ആഹാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതിൽ കുറേ എടുത്താൽ ആരും അറിയില്ല, എൻ്റെ കൂടാരത്തിൽ ഒളിച്ചു വയ്ക്കാൻ ഭദ്രമായി. അങ്ങനെ അവനൊരു നിലയങ്കിയും 200 ശെക്കൽ വെള്ളിയും 50 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും എടുത്ത് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൂടാരത്തിലേക്ക് ചെന്നു. എന്നിട്ട് നിലത്ത് കുഴിച്ചിട്ടു. ആദ്യം വെള്ളി, അതിനു മുകളിൽ പൊൻകട്ടിയും വസ്ത്രവും വെച്ചു. ഇപ്പോൾ അവൻ ചിന്തിച്ചു, എല്ലാം ഭദ്രമായി, ഇതോടെ ആരും കണ്ടുപിടിക്കില്ല, ഞാൻ ധനികനാണ് എന്നൊക്കെ ആഹാൻ ചിന്തിക്കുകയാണ്. ആഹാൻ ഇങ്ങനെ ചെയ്തത് മുഖാന്തരമാണ് ആ ഹായ് ദേശത്ത് വെച്ച് ഇസ്രായേലിന് തോൽവി സംഭവിച്ചത്. നിമിത്തം യോശുവ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ മോഷ്ടിച്ചവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ദൈവം യോശുവയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ അധികാലത്ത് ദൈവകൽപ്പന അനുസരിക്കാൻ യോശുവ എഴുന്നേറ്റു. ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. അവരെ 12 ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. നിന്ന് യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു, അതിൽ നിന്ന് സർക്യകുലം പിടിക്കപ്പെട്ടു, അതിൽ നിന്ന് ആ സർക്യയുടെ മകനായ
കർമ്മിയുടെ മകനായ ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവയുടെ അടുക്കൽ ആഖാനെ കൊണ്ടുവന്നപ്പോൾ ഈ വലിയ നേതാവ് പറഞ്ഞു, മകനെ, യഹോവയ്ക്ക് മഹത്വം കൊടുക്ക, അവനോട് ഏറ്റുപറക, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോടൊന്നും മറച്ചേക്കരുത് എന്ന് പറഞ്ഞു. ആഖാനും മനസ്സിലായി ഇനി തൻ്റെ പാപം മറയ്ക്കാൻ കഴിയില്ല. ആഖാനെപ്പറ്റി ഒരു മനുഷ്യനും പറഞ്ഞില്ല അല്ലേ? ഈ വസ്തുത ദൈവമാണ് യോശുവോട് പറഞ്ഞത്. ആഖാനാണ് മോഷ്ടിച്ചതെന്ന് അറിയിച്ചത് ദൈവമാണ് അല്ലേ? ആഖാൻ യോശുവോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആഖാൻ പറഞ്ഞു, ഒരു ബാബിലോണിയ മേലങ്കിയും 200 ശെക്കൽ തൂക്കമുള്ള വെള്ളിയും അതുപോലെ 50 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് ഞാൻ മോഹിച്ച് എടുത്ത് അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 22-23 ആഖാന്റെ പാപം അവനെ കണ്ടെത്തി. ആഖാൻ മോഷ്ടിച്ച സാധനങ്ങൾ അവർ എടുത്ത് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. സർവ്വജനങ്ങളുടെയും മുമ്പിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ആഖാനാണ് ഇസ്രായേലിന്റെ തോൽവിക്ക് കാരണക്കാരനെന്ന് യോശുവയ്ക്ക് നിശ്ചയമായപ്പോൾ ആഖാനെ അവൻ മോഷ്ടിച്ചതിന് മാത്രമല്ല, അവൻ്റെ കുടുംബം, കാള, ആട്, അവൻ്റെ കൂടാരം, അവൻ്റെ സകലവും എടുത്ത് എന്നിട്ട് യോശുവ ആഖാനോട്, നീ ഞങ്ങളെ വലച്ചത് എന്ത്? ഇന്ന് യഹോവ നിന്നെ അപ്പോൾ സകല ഇസ്രായേലും അവരെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു, അവരെ തീയിലിട്ടു, വലിയ ഒരു കൽക്കുന്ന് കൂട്ടി. എന്തൊരു ദാരുണമായ അന്ത്യം അല്ലേ? ആഖാൻ നിമിത്തമുണ്ടായ വലിയ തോൽവി. അന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇസ്രായേൽ ജനം വളരെയധികം ഭയപ്പെട്ടു. ഈ പ്രവാസകാലത്ത് നമ്മുടെ ചെറുതും വലുതുമായ പാവങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ, യോഹന്നാൻ 1:9 പറയുന്ന പോലെ, നിങ്ങൾ പാവങ്ങൾ ഏറ്റു പറയുമ്പോൾ ആ പാവങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. മാത്രമല്ല, ഇനി ആ പാപം ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്നൊരു തീരുമാനം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ദൈവം നമ്മെ മാനിക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ ബലപ്പെടുത്തും. ഇന്നത്തെ വാക്യം എഫേസ്യർ 4:28. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. എഫേസ്യർ 4:28. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് യേശുനാഥൻ. God bless you.